പ്രതികാരം ഒന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പ്രതികാരം ആരോടും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യൂല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പോലെ കർമ്മ എന്ന് പറയുന്നതിൽ കുറച്ചെങ്കിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്തിട്ടുള്ളതിനെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ സംഭവിക്കായിരിക്കാം, ഇല്ലായിരിക്കാം. അത് കഴിഞ്ഞു. ദാറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ബഡായി ബംഗ്ലാവിന്റെ ഒരു മൂന്നാം വരവ് ആര്യ ആഗ്രഹിക്കുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ആണല്ലേ? ഓ യെസ്. ആര്യനെ ലോകം മുഴുവൻ അറിഞ്ഞതും അംഗീകരിച്ചതും അല്ലെ, ഇഷ്ടം കിട്ടിയതും എല്ലാം ആ ഒരൊറ്റ പ്രോഗ്രാമിൽ നിന്നാണ്. അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാലോ. അതെ, ഭയങ്കര ആഗ്രഹമുണ്ട്. ആ സെയിം ടീം ഇനിയും വരണം എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ. സിനിമയിൽ നായിക വേഷങ്ങൾ അധികവും ആര്യയെ തേടി വരാതിരുന്നതിന്റെ ഒരു കാരണം? അതിന്റെ കാരണം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. സിനിമയിൽ നായികാവേശം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ജെനുവിൻലി എനിക്കറിയില്ല. മേ ബി കേപ്പബിൾ അല്ലാത്തോണ്ടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ വരാത്തതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. കിട്ടിയ ഭാഗ്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നു. വരുന്നത് മാക്സിമം നല്ല രീതിയിൽ ചെയ്യാനും നോക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ അശരീരി കഴിഞ്ഞു. അശരീരിയിൽ തൊട്ട് തേർഡ് വൺ ഉണ്ടായിരുന്ന ചോദ്യം ബഡായി ബംഗ്ലാവ് 3 അതിന്റെ ആയിരുന്നു. ആര്യ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു. പക്ഷെ ആര്യക്ക് തന്നെ ആര്യ ഷുവർ ആയിട്ട് പറയുന്നു അത് ഇനി ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ ഒരു ഷോ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും വീണ്ടും വരാമില്ലേ, വരാൻ ചാൻസ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് ആര്യ അത് വരില്ല എന്ന് ഇത്ര അടിവരയിട്ട് പറയണത് എന്തുകൊണ്ടായിരിക്കാം? ബിക്കോസ് അത് നമ്മള് ഇത് പലപ്പോഴും ഈ ഒരു സാധനം ഡിസ്കഷൻസിൽ വന്നിട്ടുണ്ട്. ലൈക്ക് ബഡായി ബംഗ്ലാവ് ഇനി ഒരു ഇത്, അപ്പം അതിന്റെ കോർ ടീം ഇല്ലെങ്കിൽ അതൊരിക്കലും ബഡായി ബംഗ്ലാവ് അല്ല. മേ ബി അത് വരുന്നെങ്കിൽ തന്നെ ചിലപ്പോൾ അതിന്റെ കോർ ടീം ഇനി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഡയാന ചേച്ചി ഇനി ആ ഒരു ഷോ ചെയ്യും. ഡയാന ചേച്ചി ചെയ്താലേ ഷോ ശരിയാവുള്ളൂ. I don't think she'll be doing it again. ആണല്ലേ? അതുകൊണ്ടാണ് ആ ഒരു സംഭവം. Yes, and even എനിക്ക് തോന്നുന്നില്ല രമേശ് ഏട്ടൻ ഇനിയും ആ ഒരു തരത്തിലേക്ക് വേറൊരു ലെവലിൽ നിൽക്കുകയാണല്ലോ. തിരിച്ചും വീണ്ടും തുടങ്ങിയ ലെവലിലേക്ക് ആരും വരില്ലല്ലോ അല്ലെ? ആളെ റീപ്ലേസ് ചെയ്ത് ആര് വന്നിട്ടും ശരിയാവില്ല, അത് ആവില്ല. അത് തന്നെ. ഓക്കെ, ഇനി ആര്യയുടെ അടുത്ത് ചോദിക്കാനായിട്ട് വേറൊരാള് ഇവിടെ വീഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓവർ ടു ആ വീഡിയോയിലേക്ക്. കുഞ്ഞപ്പാ, നമസ്കാരം. എനിക്ക് ഉറപ്പാണ് ഈ ഇന്റർവ്യൂവിൽ ഇപ്പൊ റീസെന്റ് ആയിട്ടുണ്ടായ ചില ചൊറിച്ചിലുകളെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും എന്നുള്ളത്. അത് അതിന്റെ വഴിക്ക് പോട്ടെ. അത് നമ്മൾ അതിന്റെ ആ റൂട്ട് കൂടെ തന്നെ അല്ലെ, ആ ട്രാക്കിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. അതിനുള്ളൊരു ആൻസർ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും, സാധിക്കട്ടെ. അപ്പൊ അതല്ല ഞാൻ എന്തായാലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യമൊന്നും വേണ്ട. കാരണം നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. സോ ചോദ്യമായിട്ടൊന്നുമല്ല, ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. ഒരുപാട് സിനിമകളുടെയൊക്കെ പല പല രീതിയിലും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ലാംഗ്വേജസിലുള്ള സിനിമകൾ കാണുമ്പോൾ, മലയാളം അടക്കമുള്ള സിനിമകൾ കാണുമ്പോൾ അതിലുള്ള കഥാപാത്രങ്ങളിൽ ഞാനായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ട്, അതായത് ആരെയായിരുന്നു ആ കഥാപാത്രം ചെയ്തിരുന്നതെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ട് തൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസിൽ, അത് നമ്മുടെ ബെഡ്റൂം ആയിരിക്കാം, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം, അവിടെ എപ്പോഴെങ്കിലും ഈ കഥാപാത്രത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ എനാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു സിനിമ കണ്ടു, അതിലൊരു ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് ആയി, ആ ക്യാരക്ടർ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കുട്ടികളൊക്കെ സുരേഷ് ഗോപി സാറിന്റെ സിനിമയെ കണ്ടിട്ട് ഷിറ്റ് എന്നൊക്കെ പറയില്ലേ, ലാലേട്ടന്റെ തോള് ചിരിക്കും, അങ്ങനെയൊക്കെ മമ്മൂക്കയുടെ ആക്ഷൻസ് കാണിക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. റീസെന്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ കുറച്ച് മുതിർന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുതിർന്നതിന് ശേഷം അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഉള്ള പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണാടി നോക്കി തനി അഭിനയിക്കും. എനിക്കിഷ്ടമാണ്. പല സീൻസും ഞാൻ എന്നെ സ്വന്തമായിട്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്.
ബാത്റൂമിൽ നിൽക്കുമ്പോഴും ചെയ്യാറുണ്ട്, അല്ലാണ്ട് കണ്ണാടി ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നോക്കി ചെയ്യുന്ന അങ്ങനത്തെ പരിപാടി അത് കൊച്ചിലെ തൊട്ടേ ഉള്ളതാണ്. ഞാൻ വേറെ ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നത് അറിഞ്ഞിട്ടുണ്ട്. അത് കൊച്ചിലെ തൊട്ടേ ഉള്ളതാണ്, എനിക്ക് ഇഷ്ടമാണത്. എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ളത് ഉർവശി ചേച്ചി ചെയ്ത പല ക്യാരക്ടേഴ്സ് പലതും പല സിനിമകളും കാണുമ്പോൾ ഈശ്വര ഇതുപോലെ ഒരു കഥാപാത്രം ഇതുപോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന്. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കോമഡി, സീരിയസ്, റൊമാൻസ്, എനിക്കറിയില്ല, ബോൾഡ്നെസ്, ഇതെല്ലാം ഒരേപോലെ ഇത്ര പെർഫെക്ഷനോടുകൂടി ഡെലിവർ ചെയ്യാൻ പറ്റിയ വേറൊരു നടി മലയാള സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മലയാളമിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി ചേച്ചിയാണ്. ഞാനും അതിനോട് തന്നെ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. ചേച്ചി എല്ലാ ഭാവങ്ങളും എല്ലാ ഇമോഷൻസും അത് അങ്ങനെ തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഇന്നും ചേച്ചി ഈസ് ആൻ ഇൻസ്പിറേഷൻ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ക്യാരക്ടർ പൊളിച്ചേനെ ഞാൻ എന്താ അങ്ങനെയല്ല, ഉള്ളില് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ 22 ഫീമെയിൽ കോട്ടയത്തില് റീമയുടെ ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയും വളരെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറുമാണ് ടെസ. ഓക്കെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ടെസ തന്നെയാണോ പേര്? ടെസ അല്ല, എനിക്ക് ക്യാരക്ടറിന്റെ നെയിം ഓർമ്മയില്ല. ഓക്കെ, അല്ലാതെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അല്ലേ? ചെയ്ത് നോക്കുന്നൊക്കെ ഞാൻ എന്റെ സ്വന്തം സ്ക്രിപ്റ്റ് ഒക്കെയാണ്. സ്വന്തം സ്ക്രിപ്റ്റ് നമ്മള് നാഗവല്ലിനെ കണ്ടാൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മള് ഇങ്ങനെ അല്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. സ്വന്തം സ്ക്രിപ്റ്റ് അങ്ങനെ. പിന്നെ കൂടുതലും ഇന്റർവ്യൂ ഞാൻ എന്നെ തന്നെ ഇന്റർവ്യൂ ചെയ്തോണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ സ്വയം ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്നത്? വേറെ ആരും ആ സമയത്ത് എന്ത് ചെയ്യാനാണ്? ഞാൻ തന്നെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരുന്നു. കണ്ടു തുറന്നോ? എനിക്ക് അമ്മേ നമ്മളെത്ര ദിവസമായി കണ്ടിട്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോട്ടോ ആണത്. കണ്ടോ, ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ. നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. ആ സത്യം.